ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരേ വിലയിൽ കിട്ടുന്ന രണ്ട് കോംബോ പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അധികം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കാണിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ യെല്ലോ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 150 രൂപയാണ്. ഇതിൽ ആദ്യത്തെ കോംബോയിൽ വരുന്നത് കമേലിയ പ്ലാന്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്. നല്ല ഭംഗിയിൽ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്. ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും, എന്നാൽ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് സീസൺ ഇല്ല, എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്. ഇതിൻ്റെ ഒരു 4 പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. 4 പ്ലാന്റിന് 390 രൂപയാണ് വരുന്നത്. വീഡിയോയിൽ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട്. അടുത്ത കോംബോയിൽ വരുന്നത് അച്ചിമൻസ് പ്ലാന്റ് ആണ്. അച്ചിമൻസ് പ്ലാന്റും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ്. അച്ചിമൻസ് പ്ലാന്റിൻ്റെ ഒരു 10 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇപ്പോൾ എല്ലാം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ജിഫി സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. വീടിൻ്റെ അവസാനം പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട്. ഒരു 10 പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. 10 പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് 390 രൂപയാണ്. ഇത് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതിലാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത്. ഇതിന് കൂടുതൽ ഷെയ്ഡ് ഉള്ള സ്ഥലമാണ് ഇഷ്ടം. അതുകൊണ്ട് ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഫ്ലവർ തരികയും ചെയ്യും. അപ്പോൾ 10 പ്ലാന്റിന് വരുന്നത് 390 രൂപയാണ്. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.